വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭരണകൂട മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിഞ്ഞുകൊണ്ട് ഭരണ സംവിധാനത്തിന് പുതിയൊരു മുഖം നൽകാൻ CPM തയ്യാറെടുക്കുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. LDFിന്റെയും CPMന്റെയും പാരമ്പര്യ വോട്ടർമാരിൽ അണികൾക്കിടയിലുമൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേറ്റിട്ടുള്ളതായും അദ്ദേഹം ഒരു വിഭാഗത്തിന് അപ്രിയനായി മാറിയിട്ട് പാർട്ടി നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നത് കേവലം നയപരമായിട്ടുള്ള എതിർപ്പല്ലെന്നും മറിച്ച് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള അഴിമതി ആരോപണങ്ങളിലും സ്വജനപക്ഷപാതവാദങ്ങളിലുമുള്ള നിലപാടുകളിലും അധിഷ്ഠിതമാണ് എന്നുമുള്ള തിരിച്ചറിവ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമാണ്. ഈ സാഹചര്യം മറികടക്കാൻ നേതൃമാറ്റം അനിവാര്യമെന്ന ചിന്താഗതിയിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗത നൽകിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അത്യന്തം ഗൗരവമായിട്ടുള്ള പരാമർശങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തുടക്കത്തിൽ കോടതിയുടെ പ്രശംസ പിടിച്ചുപറ്റിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും സർക്കാർ കാണിക്കുന്ന അമിതമായ താല്പര്യവും പക്ഷപാതപരമായിട്ടുള്ള നീക്കങ്ങളും കോടതിയുടെ നിശ്ചിത വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലെന്നും നിയുക്തമായ ഒരു വിചാരണയ്ക്ക് നിലവിലെ അന്വേഷണ രീതി പര്യാപ്തമല്ലെന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ധാർമ്മികമായിട്ടുള്ള അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ജനമധ്യത്തിൽ തകർക്കുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ ഹൈക്കോടതി കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കേസിൽ ഉൾപ്പെടുത്തിയ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ ശരിവച്ചു. അത് സർക്കാരിന് ലഭിച്ച ഇരട്ട പ്രഹരമാണ്. സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് കോടതികൾ ഇത്തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ED രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഉത്തരവുകളും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു സാഹചര്യം രാഷ്ട്രീയപരമായി തന്നെ ഉപയോഗിക്കും. ഈ ഭയം CPMനെ പ്രതിരോധത്തിലാക്കുന്നു. കേസിലെ പ്രതികളെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതി കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പത്മകുമാറിനെ മാത്രം പ്രതി ചേർത്ത് മറ്റുള്ള പ്രമുഖരെ ഒഴിവാക്കിയത് കോടതിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം പകുതി വഴിയുള്ള അന്വേഷണങ്ങൾ എന്ന് കോടതി ആരാഞ്ഞു. ഈ കേസിലെ വൻ തോക്കുകളെ പുറത്തു കൊണ്ടുവരാൻ SITക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ്. ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള പകുതിയോളം പ്രതികൾ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരാണ് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കോടതിയുടെ നിലപാടുകൾ കാണിക്കുന്നത്. ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നു എന്ന വികാരം സാധാരണക്കാരായ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമാണ്. ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ലളിതമായ സത്യങ്ങളാണ് കോടതിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കി രക്ഷപ്പെടാമെന്ന മോഹം നടപ്പാവില്ല എന്ന കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലൂടെ സത്യം പുറത്തു വരുന്നുവെന്നും അണികൾ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നത് പാർട്ടിയുടെ ഭാവിക്ക് ദോഷകരമാണെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മാന്യമായി ആ സ്ഥാനം ഒഴിയുന്നതാണ് ഏക പോംവഴിയെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കെ ജനങ്ങൾ പുറത്താക്കുന്നതിനേക്കാൾ അന്തസ്സുറ്റ രീതിയിൽ സ്വയം രാജി സമർപ്പിക്കുക എന്ന തന്ത്രമായിരിക്കും CPM സ്വീകരിക്കാൻ സാധ്യത. ഉന്നത ബന്ധങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ പ്രമുഖരായ പല നേതാക്കളും നിയമക്കുരുക്കിലാകുമെന്നുറപ്പാണ്. ഇത് പാർട്ടിയുടെ അടിത്തറ ഇളക്കാനായിട്ട് സാധ്യതയുള്ളതിനാൽ തന്നെ മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്നതിലൂടെ ജനരോക്ഷം തണുപ്പിക്കാമെന്ന് അവർ കരുതുന്നു. കേരളം ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഈ രാഷ്ട്രീയ രംഗത്തെ ഈ വലിയ പൊട്ടിത്തെറികൾക്കും പ്രമുഖരുടെ വീഴ്ചകൾക്കും വേണ്ടി തന്നെയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ നിർണായകമായി മാറ്റിയേക്കാം എന്നുള്ളതിൽ സംശയമില്ല. ശബരിമല ആളിക്കത്തുകയാണ്. ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെയും അത് നന്നായി പിടിച്ചുലയ്ക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല കൊളുത്തിയ തീ കോൺഗ്രസിനെ മുഴുവനായി കത്തിക്കുന്നുണ്ട്. പത്മകുമാറിലൂടെ എല്ലാം തീരുമെന്ന് കരുതിയ
മുഖ്യമന്ത്രിക്ക് അവിടെ പിഴച്ചു. കോടതിയുടെ ഇരട്ടപ്രഹരം അല്ലെങ്കിൽ കോടതിയിലെ നിലപാട്, കടുപ്പിച്ച നിലപാട് വല്ലാതെ CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനെയും. അതായത് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. എങ്ങനെ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധത്തെക്കുറിച്ച് എന്ത് കോൺഗ്രസ് ഇതുവരെ മിണ്ടുന്നില്ല. അയ്യപ്പ വിഗ്രഹമടക്കം അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലെയും പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം കടൽ കടന്നു എന്നുള്ള ചോദ്യവും കോടതി തുടക്കത്തിൽ ചോദിച്ചതാണ്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വാദ്രയും ഒക്കെ അകത്താകാനുള്ള സാധ്യത ഏറെക്കുറെ മുന്നിൽ കാണുന്നുണ്ട്. ഇനി രാജ്യം വിട്ടാൽ ചിലപ്പോൾ രാഷ്ട്രീയ അഭയാർത്ഥികളായി അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളികളായൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഇവർക്ക് അന്തസ്സായി വിലസാം. ഇതൊക്കെ മുന്നിൽ കണ്ടാണോ എന്നറിയില്ല വിശ്രമ ജീവിതം നയിക്കാനായി സോണിയാഗാന്ധി ലണ്ടനിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനു മുൻപ് വന്നത്. എന്തായാലും അയ്യപ്പനെ കൊള്ളയടിച്ചവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്, അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും. CPM പറയുന്നത് ഞങ്ങൾ വിശ്വാസികളല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിത് കൊള്ളയടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നത് മുതൽ ഇപ്പോൾ 2019 വരെ നടന്ന വലിയ കൊള്ള, വിശ്വാസ സമൂഹത്തെ ഒന്നാകെ ചതിച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും നടത്തിയ ഈ വലിയ കൊള്ള, 500 കോടിയുടെ സാമ്പത്തിക ഇടപാടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിലെ വ്യക്തത അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരണം. രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും അറിയാം. ഒരുപക്ഷെ അത് പോലീസിലെ ഉന്നതരായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായികളായിരിക്കും. ഇത് കടൽ കടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് പോലും ഇപ്പോൾ അപ്രിയനായി മാറിക്കഴിഞ്ഞു. പണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്നതിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു. ഇത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ CPM-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന് നഷ്ടപ്പെട്ടത് ആര്യയുടെ അഹങ്കാരവും ധാർഷ്ട്യവും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെയാണ്. അതേ പാറ്റേൺ തന്നെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. വല്ലാത്ത അഹങ്കാരം, ധാർഷ്ട്യം, പക ഇതൊക്കെ കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ, ഒരു കാലത്ത് കറുപ്പിനോടുള്ള പിണറായിയുടേത് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ സമരം ചെയ്ത ജനങ്ങളോടൊക്കെ പുച്ഛമാണ്, ആനുകൂല്യം ചോദിക്കുന്ന ജനങ്ങളോടൊക്കെ പുച്ഛമാണ്, പിച്ചച്ചട്ടി ഇറങ്ങുന്നവരെയൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളുമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിരിച്ച മുഖവുമായി രംഗപ്രവേശനം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ആര്യയ്ക്ക് കിട്ടിയ തിരിച്ചടിയേക്കാൾ വലിയ തിരിച്ചടിയാകും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ ഭരിക്കുന്ന പാർട്ടിയും കാത്തിരിക്കുന്നത് എന്നതിൽ സംശയം വേണ്ട.